ഡോക്ടർ ഷമ മുഹമ്മദ്, ഇവിടെ ശ്രീ ജെ ആർ പത്മകുമാർ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. ഇപ്പോൾ പ്രതിപക്ഷത്തെ വനിതാ അംഗങ്ങൾ ഒന്നാകെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഒരു ഷീൽഡായി നിൽക്കാൻ തീരുമാനിച്ചു, വിവരം അറിയിച്ചു. ആ കാര്യം സഭയിൽ പറഞ്ഞു. അതിൽ എന്താണ് തെറ്റെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സഭയിൽ ഈ എല്ലാ അംഗങ്ങൾക്കും ചട്ടം ഒരുപോലെ തന്നെയാണ്. അത് പ്രതിപക്ഷ അംഗങ്ങൾക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഒരു സ്പീക്കർ ഒരു റൂളിംഗ് നൽകിയാൽ അത് പാലിക്കാനും അംഗീകരിക്കാനും അവരും തയ്യാറാകണം. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. അദ്ദേഹം നിങ്ങൾ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു എന്താ അതിന്റെ മറുപടി, അദ്ദേഹം പറയുന്നില്ല. എനിക്ക് ചിരിയ വന്ന അദ്ദേഹം പറയുമ്പം ഈ സ്ത്രീകൾ വന്ന് ആക്രമിക്കും, അതിന്റെ എന്തെങ്കിലും തെളിവ് വേണ്ടേ? ആ ഈ ഓം ബിർളക്ക് കളവ് പറയാൻ പറ്റുമല്ലോ, വെറുതെ എനിക്ക് കിട്ടി ന്യൂസ്. ഇത് നിങ്ങൾ പറയുന്ന ജനപ്രതിനിധികൾ പാർലമെന്റ് അകത്ത് ഞങ്ങളെ പ്രധാനമന്ത്രിനെ പോയിട്ട് ആക്രമിക്കും. അത് അവരെ അപമാനിക്കുക, ഈ സ്ത്രീകളെ അപമാനിക്കാൻ. നിങ്ങൾക്ക് ഏതായാലും എനിക്കറിയാം സ്ത്രീകളോട് ഒരു പ്രശ്നമാണ്. സ്ത്രീകളെ നിങ്ങൾ അപമാനിക്കുന്ന ടൈപ്പാണ്. നിങ്ങൾക്ക് അറിയാം ഗുസ്തി താരങ്ങളെ നിങ്ങൾ എത്ര അപമാനിച്ചു. ബിൽക്കിസ് ബാനുവിനെ അപമാനിച്ചു, മണിപ്പൂരിലെ സ്ത്രീകളെ അപമാനിച്ചു. അത് BJPന്റെ ഒരു ശൈലിയാണ് അവർ അത് ചെയ്യുന്നത്. എന്റെ ചോദ്യം ഇന്ന് ഇത് ഏറ്റവും വലിയ തെറ്റാണ്. ഇപ്പം നമുക്ക് ഒന്ന് 2014 മുമ്പേ പോവാം. അന്നത്തെ സ്പീക്കറും അന്നത്തെ പ്രധാനമന്ത്രിയും എത്ര വ്യത്യാസമുണ്ട്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് 2Gയുടെ കേസിൽ 2G ആരോപണമുണ്ടായ സമയത്ത് അത് സംസാരിക്കുമ്പോൾ മൻമോഹൻ സിംഗ് ആ മുഴുവനും ആഴ്ചയും പാർലമെന്റ് അകത്തുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നിങ്ങൾ ഓർമ്മയിൽ ഗോപി അല്ലെങ്കിൽ എന്റെ ഓർമ്മയിലോ ശ്രീ സമ്പത്ത് ഇരിക്കുന്നുണ്ട്, എപ്പാന്ന് പാർലമെന്റിൽ ഇരുന്നത് എന്തെങ്കിലും കേൾക്കാൻ? അദ്ദേഹം വരുന്ന ദിവസം അദ്ദേഹം സംസാരിക്കും, അന്ന് കുറച്ച് നേരം ഇരിക്കും, കുറച്ച് കേൾക്കും, പിന്നെ അദ്ദേഹം ദൈവത്തിന്റെ പോലെ ഒരു കിങ് ജോങ് ഉങ്ങിന്റെ പോലെ അവിടെ സംസാരിച്ച് പിന്നെ അദ്ദേഹം പോവും. അദ്ദേഹം എപ്പെങ്കിലും പാർലമെന്റ് ഇരുന്നിട്ട് പ്രതിപക്ഷം എന്താ പറയുന്നത്, എന്തെങ്കിലും ആരോപണം റഫേലിന്റെ സമയത്ത് വരെ അദ്ദേഹം അവിടെ ഇരുന്നോ കേൾക്കാൻ? ഇല്ല, അദ്ദേഹം ഇരിക്കലില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഞങ്ങളെ മേത്ത് ആരോപണം ഇടല്ലേ? അന്നത്തെ സ്പീക്കറും ഇന്നത്തെ സമയം എത്ര വ്യത്യാസമുണ്ട്. അന്ന് അരുൺ ജെയ്റ്റ്ലി എന്താ പറഞ്ഞ, ഒബ്സ്ട്രക്ഷൻ ഓഫ് പാർലമെന്റ് ഈസ് ട്രൂ ഡെമോക്രസി എന്നാ പറഞ്ഞത് അരുൺ ജെയ്റ്റ്ലി. അപ്പം ഈ സ്പീക്കർ പറയുന്ന പോലെ ഞാൻ ഇദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന BJP വക്താവ്, അന്ന് അദ്ദേഹം പറഞ്ഞു ഈ ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, അദ്ദേഹം പാർട്ടിസാൻ ആവാൻ പാടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് നിഷികാന്ത് ദുബേനെ വിട്ടു? നിഷികാന്ത് ദുബെ പല ബുക്കുന്നില്ലേ കോട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ട് അദ്ദേഹത്തിന് വിട്ടു? അത് നിങ്ങൾ പറയണല്ലോ. അദ്ദേഹത്തിന് നിഷികാന്ത് ദുബിനെയും വിടാൻ പാടില്ല. നെഹ്റുവിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾക്കറിയാം ഇദ്ദേഹം ജയിലിലൊന്നും ഇതുവരെ ജീവിതത്തിൽ പോയിട്ടില്ല. നെഹ്റു 3000-അധികം ദിവസം ജയിലിൽ ഉണ്ടായ ഒരു നേതാവാന്നും ഒരു ലീഡറാണ് നമ്മുടെ പാർട്ടിയുടെ. എനിക്ക് ഒരു സെക്കൻഡ് കൂടി ഒരു പോയിന്റ് പറയണം. ശ്രീ സമ്പത്ത് ഒരു കാര്യം പറഞ്ഞു, അന്ന് ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കാര്യത്തിലും ചന്ദ്രചൂഡിന്റെ അടുത്ത് പോയിട്ടും ഒരു നടപടിയും വന്നില്ല. ഇപ്പോഴും ഹിമന്ത ബിശ്വാസ ശർമ്മ മെന്നാന്ന് ഒരു തോക്കെടുത്ത് 2 മുസ്ലിംസിനെ അവിടെ വെച്ചു ഷൂട്ട് ചെയ്യുന്നത്. അത് എവിടുന്നാ വന്നത്? ഒഫീഷ്യൽ സൈറ്റ് ഓഫ് ദ ഭാരതീയ ജനതാ പാർട്ടി ആസാം. എന്താണ് 2022 സുപ്രീം കോർട്ട് പറഞ്ഞത്? ഇങ്ങനത്തെ ഹേറ്റ് സ്പീച്ചോ ഇങ്ങനത്തെ ഒരു ആക്ഷൻ ഉണ്ടായാൽ അവിടുത്തെ പോലീസിന് സുവമോട്ടോ FIR നിർദ്ദേശം കൊടുത്ത ഫയൽ ചെയ്യണം. സുവമോട്ടോ FIR ഫയൽ ചെയ്തോ? ഇല്ല. എന്നാൽ സുപ്രീം കോർട്ട് ജസ്റ്റിസ് സൂര്യകാന്ത് എന്താ ചെയ്യുന്നത്? അദ്ദേഹം എന്തുകൊണ്ട് why did he not take a suo motu cognizance? അപ്പൊ എവിടെ സുപ്രീം കോർട്ട്? അദ്ദേഹം ചോദിച്ചു. ഇലക്ഷൻ കമ്മീഷൻ 3 മാസത്തിന്റെ ഉള്ളിലാണ് SIR ചെയ്യാൻ പറഞ്ഞ ബീഹാറിന്. എത്ര ആളെ വെട്ടി അവിടെ? കേരളയിൽ എത്ര ആളെ വെട്ടുന്നു? ബംഗാളിൽ എത്ര ആളെ വെട്ടുന്നു? എല്ലായിടത്തും ന്യൂനപക്ഷവും സ്ത്രീകളെയാണ് അവർ വെട്ടുന്നത്. അപ്പം എവിടെ ഇലക്ഷൻ കമ്മീഷൻ? അതുകൊണ്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇ ഡി എല്ലാം പ്രതിപക്ഷ നേതാവിന്റെ അവിടെ പോയിട്ട് അന്വേഷണം ചെയ്യും. അവര് ആ പാർട്ടി ചോദിച്ചാൽ ഈ അന്വേഷണം നിർത്തും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം നമ്മള് ഏറ്റവും. പിന്നെ നിങ്ങൾ കാണുന്നുണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ കേരളയില് ഫ്രീ ആൻഡ് ഫെയർ ആ. പക്ഷെ നിങ്ങൾ ഉത്തര ഭാരതത്തിൽ പോവും, എന്താ അവിടെ കാണിക്കുന്നത്? എന്താ ചെയ്യുന്നവര്? ഒരു സൈഡിലെ മാധ്യമത്തിനോട് ബിസിനസ്സുകാർ, അവർക്ക് കോൺഗ്രസിന് ഫണ്ട് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളെ കഴിഞ്ഞ 24 ഇലക്ഷന് എന്തായിരുന്നു? ഞങ്ങളെ ബാങ്ക് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തിരിക്കുക, ഫ്രീസ് ചെയ്തിരിക്കുക. എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? എവിടെ ജനാധിപത്യം? ദർ ഈസ് നോ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇൻസൈഡ് പാർലമെന്റ് ആൻഡ് ഔട്ട്സൈഡ് പാർലമെന്റ്. അതാ പ്രശ്നം. ഇവിടെ ജനാധിപത്യം തകർന്നിരിക്കുക. ഞാൻ ചോദിച്ചതിന്റെ ആ മറുപടി പറയണേ, എന്തുകൊണ്ട് വൈ ഹാസ് സുപ്രീം കോർട്ട് നോട്ട് ടേക്കൺ ഒരു സുവമോട്ടോ കോഗ്നിസൻസ്? ഇങ്ങനെയാണ് ജനോസൈഡ് തുടങ്ങിയത് റവാൻഡയിൽ. ആദ്യം ഒരു MP പറഞ്ഞു 92-ൽ ആ ടുട്സി കോക്രോച്ചസ് നിങ്ങളെ കഴുത്ത് വന്ന് മുറിക്കുന്ന മുമ്പ് നിങ്ങൾ ഹൂട്ടൂസ് അവിടെ മുറിക്കണം. അങ്ങനെ റേഡിയോ റവാൻഡ പറഞ്ഞു ഗോ ആഫ്റ്റർ ടുട്സി കോക്രോച്ചസ്. എന്നിട്ടാണ് 800,000
റവാൻഡ്യൻസ് ടുട്സീസിനെ കൊന്നത് ഹുട്ടൂസ്. ശരി ശരി ഡോക്ടർ ഷമ. 94 ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.